വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ കപ്പയ്ക്ക് ചെറിയായിട്ട് കയ്പുണ്ട്. അതിന് കട്ട് കളയാനായിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഊറ്റിയെടുക്കാം. കപ്പയുടെ കട്ടെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ ഈ ചെമ്മീൻ കപ്പ ഓലന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 4 നെടുകെ വളർന്ന പച്ചമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. 5 മിനിറ്റ് നമുക്ക് വയ്ക്കാം. വേഗട്ടെ, ഞാൻ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ച് മിക്സി ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം എല്ലാം പാകത്തിനായിട്ടുണ്ടല്ലേ? എന്തെല്ലാം റെഡിയായിട്ട് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ട് കപ്പ നമ്മൾ ചെറുതാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. എന്നാലും ഒന്നുകൂടെ മിക്സ് ആയിട്ട് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ചെമ്മീൻ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യം 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് കൂടെ മൂടി വെക്കാം. ഒന്നിളക്കി ഇനി 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചെമ്മീൻ കപ്പ ഓലൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ ചെമ്മീൻ ഓലൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.